ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് പ്ലാസ്റ്റിക് സ്പൂൺ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സ്പൂണുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വൈറ്റ് സ്പൂണുകളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതെടുത്താലും മതി. അപ്പോൾ ഞാൻ ഓരോ പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഭാഗം മാത്രം മതി കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാ പീസും അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കട്ട് ചെയ്യുന്ന ആ സ്റ്റിക്ക് വരുന്ന ഭാഗം നമുക്ക് കളയേണ്ട, അത് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ സ്പൂണുകൾ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വേണ്ടത്. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയ ഗ്ലാസ് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കത്രിക വെച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഓരോ സ്പൂണും ഈ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ ഒക്കെ ഉണ്ടല്ലോ, ഫെവിക്വിക്ക് പോലത്തെയൊക്കെ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പൂണിൻ്റെ രണ്ട് സൈഡിലും താഴെയും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്പൂണിൻ്റെ ഒരു പകുതി ഭാഗം മുകൾക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വരിയിൽ ഞാനിപ്പോൾ 5 പീസാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോന്നായിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ബോട്ടിൽ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ സ്പൂണുകൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഡിസ്പോസിബിൾ ഗ്ലാസ്, പ്ലേറ്റ്, ഇതുപോലത്തെ സ്പൂണൊക്കെ വെച്ചിട്ട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ സ്പൂണുകൾ മുഴുവനായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇതിനെ ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യുക. അതിൽ LED ലൈറ്റൊക്കെ ഇട്ടിട്ട് ലാൻഡേൺ ആയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലാണെങ്കിലും നമുക്ക് LED ലൈറ്റ് ഇട്ടിട്ട് ഉപയോഗിക്കാം കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. രണ്ട് രീതിയിലായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇത് നമുക്ക് ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ പ്ലാന്റിന് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. മണി പ്ലാന്റ് പോലുള്ളതൊക്കെ ഇട്ട് വെക്കാൻ. ബോട്ടിലാവുകൊണ്ട് തന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പ്ലാന്റ്സ് എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.